Acha, first of all, thank you so much for accepting the invitation uh, for the interview in this interview series of understanding and going in depth about the life and legacy of Metropolitan Dr. Paulus Mar Gregorius. So, with your permission, Acha, let's begin the interview. അച്ഛൻ ആദ്യമായിട്ട് പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയെ പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ കാണുന്നത് അത് ഏത് സന്ദർഭത്തിലാണ്? അതിൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് അച്ഛാ? ഞാൻ തിരുമേനിയെ ആദ്യമായിട്ട് കാണുന്നത് കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ വെച്ചാണ്. തിരുമേനി ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ വരും. ക്ലാസ്സിൽ വന്ന് തിരുമേനി ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് തിരുമേനി ക്ലാസ് എടുക്കും. പ്രത്യേകം ഒരു ഏരിയ തിരുമേനി കവർ ചെയ്തായിട്ട് എനിക്ക് ഓർമ്മയില്ല. മെയിൻലി ഹി വാസ് ടോക്കിംഗ് അബൌട്ട് ക്രിസ്റ്റോളജി, philosophy and other theological matters. Not particularly, he was not following any lesson plans, something like that. And then the Orma, okay? Yeah, I met Tirumeni at this seminary, correct. അച്ഛൻ കോട്ടയം സെമിനാരിയിലെ തിരുമേനിയുടെ ഗൈഡൻസിൽ പഠിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അച്ഛന്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? തിരുമേനി സാധാരണ വളരെ കുറച്ച് സമയം മാത്രമേ സെമിനാരിൽ കാണാറുണ്ടായിരുന്നുള്ളൂ. കാരണം Tirumeni had a lot of international appointments, so he had to travel a lot. So between seminary and Delhi Orthodox Center and his international traveling, we hardly get him few days in a year. ആ സമയത്ത് തിരുമേനി ഞങ്ങളോടൊപ്പം ചെലവഴിക്കുന്നത് ഒന്ന് പ്രാർത്ഥനാ സമയത്ത് സെമിനാരിയില് തിരുമേനി ചിലപ്പോഴൊക്കെ ഡിവോഷണൽ അഡ്രസ് തരുമായിരുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഡിവോഷണൽ അഡ്രസ്. ദാറ്റ് വാസ് റിയലി എൻകറേജിങ് ആൻഡ് ഇൻസ്പയറിങ്. പിന്നീട് തിരുമേനി ഞങ്ങളുടെ കൂടെ വോളിബോൾ കളിക്കാൻ വരുമായിരുന്നു. തിരുമേനി വോളിബോൾ സെർവ് ചെയ്യാൻ അറിയാം. ആ സമയത്തെല്ലാം തിരുമേനി നന്നായിട്ട് ചിരിക്കുമായിരുന്നു. ഒത്തിരി റിലാക്സിങ് ആയിട്ട് ഞങ്ങളോട് കളിക്കുകയും തിരുമേനി എൻജോയ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് ഭക്ഷണം കഴിഞ്ഞിട്ട് അവിടുത്തെ കോറിഡോറിൽ തിരുമേനി വരും ഞങ്ങളോട് സംസാരിക്കാനായിട്ട്. ആ സമയത്തൊക്കെ തിരുമേനി ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു EM ബിലിപ്പച്ചൻ ഉണ്ടായിരുന്നു. അച്ഛൻ മരിച്ചുപോയി. EM ബിലിപ്പച്ചൻ തിരുമേനി എങ്ങനെ പ്രാർത്ഥിക്കുന്നു, എങ്ങനെ ശുഭഹോ പറയുന്നു, അതെല്ലാം അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. അതെല്ലാം കണ്ട് തിരുമേനി ഒത്തിരി കൂടെ ചിരിക്കുമായിരുന്നു. അങ്ങനെ മിക്കവാറും സമയത്ത് തിരുമേനി ഒരു സിമ്പിൾ മൈൻഡഡ് പേഴ്സൺ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും. എന്നാൽ തിരുമേനി when he was working or when he was writing an article or something like that in his office, he did not want to be disturbed. തിരുമേനി ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുമ്പോഴോ ഡിസ്റ്റർബ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല. ആ പരിസരത്തേക്ക് ആരും പോകാനേ ഒക്കത്തില്ല. തിരുമേനി ദേഷ്യപ്പെടും. അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയായത് തിരുമേനി എന്നാണ് എൻ്റെ അഭിപ്രായം. അച്ഛൻ ഡൽഹി ഭദ്രാസനത്തിലേക്ക് വരുന്നതും തിരുമേനിയുമായിട്ട് അച്ഛൻ കോ ട്രാവലർ ആയിട്ട് പലയിടങ്ങളിൽ പോകുന്നതും ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം അച്ഛാ. 1985 ഞാൻ ജനീവയിലെ ബോസെ ഇൻസ്റ്റിറ്റ്യൂട്ടില് ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് പോയി അവിടുത്തെ കോഴ്സിന്. അന്നേരം അവിടെ വെച്ച് ഡിസംബർ 1984 തിരുമേനി ക്രിസ്മസിന് അവിടെ വന്നു. അപ്പൊ ജനീവയിൽ ഉണ്ടായിരുന്ന ഒരു മിസ്റ്റർ പാപ്പൻ ആൻഡ് ഫാമിലി, അവർ പരുമല അടുത്തായിരുന്നു അവരുടെ വീട്. അവരുമായിട്ട് പരിചയപ്പെട്ടായിരുന്നു ഞാൻ. അവരെന്നോട് മിസ്റ്റർ പാപ്പൻ പറഞ്ഞു തിരുമേനി വരുന്നുണ്ട്, തിരുമേനിയെ കുർബാനയ്ക്ക് അസിസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ തിരുമേനിയെ ക്രിസ്മസിന് ഞാൻ ജനീവയിൽ അസിസ്റ്റ് ചെയ്തു. കുർബാന കഴിഞ്ഞ് തിരുമേനിയോട് ചോദിച്ചു അച്ഛൻ ഡൽഹിക്ക് വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാമെന്ന് ഉടനെ സമ്മതിച്ചു. അങ്ങനെയാണ് ഡൽഹിയിലേക്ക് ചെല്ലുന്നത്. ഞാൻ ഡൽഹി ചെല്ലുമ്പോൾ അരമന പണിത് കഴിഞ്ഞേ ഉള്ളൂ. ഡൽഹിയിലെ തുഗ്ലക്കാബാദിലെ അരമന പണിത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവിടുത്തെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇലക്ട്രിസിറ്റി ഇഷ്യൂസ്, വാട്ടർ ഇഷ്യൂസ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അന്നേരം അവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ ജോസഫ് വെണ്ടർപ്പള്ളി അച്ഛൻ നിര്യാതനായി പോയി. ജോസഫ് വെണ്ടർപ്പള്ളി അച്ഛനാണ് ഫസ്റ്റ് റെസിഡന്റ്. രണ്ടാമത് ഞാൻ, പിന്നീടാണ് KM ജോർജനും ഫാമിലിയും പിന്നീടാണ് വരുന്നത്. വെണ്ടർപ്പള്ളി അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനെ ദുബായിലെ പള്ളിയിലേക്ക് തിരുമേനി നിയമിച്ചു. അച്ഛൻ അവിടുന്ന് പോയി. ആദ്യ കാലഘട്ടത്തില് കുക്കില്ലായിരുന്നു. എനിക്ക് പലപ്പോഴും തിരുമേനിക്ക് വേണ്ടി ഭക്ഷണം കുക്ക് ചെയ്ത് കൊടുക്കണമായിരുന്നു. തിരുമേനിയുടെ ഒരു
കംപ്ലീറ്റ് 100% അസിസ്റ്റന്റ് ആയിട്ട് ഡയക്രോണിക്കൽ, നോട്ട് ഇൻ എ ഇന്റലക്ച്വൽ ലെവൽ, നോട്ട് ഇൻ എ ഫിലോസഫിക്കൽ ലെവൽ, ഒരു ശുശ്രൂഷകനായിട്ട് 100% തിരുമേനിയെ സഹായിക്കുകയും തിരുമേനിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തിരുമേനി needed a lot of help there, but there was no help. So I did my best to help Tirumeni to meet his needs. എനിക്ക് പറയാനുള്ള കാര്യത്തിൽ ട്രാവൽ എക്സ്പീരിയൻസ് ഒക്കെ പറയാമോ തിരുമേനിയുമായിട്ട് ഷെയർ ചെയ്യുന്നത്? അച്ഛാ, ഒത്തിരി ട്രാവൽ ചെയ്തിട്ടുണ്ട്. തിരുമേനി സാധാരണ ഞായറാഴ്ച അടുത്തുള്ള പള്ളികളിൽ പോകും. ഗാസിയാബാദ്, ഫൈദാബാദ്, പിന്നെ ഡൽഹിയിലുള്ള ജനക്പുരി ചർച്ച്, ഹോസ്കാസ് ചർച്ച്, ഇവിടെ എല്ലാം ഞാനായിരുന്നു ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. തിരുമേനിക്ക് എന്തോ എൻ്റെ ഡ്രൈവിങ്ങിൽ നല്ല ഫെയ്ത്ത് ഉണ്ടായിരുന്നു, വിശ്വാസം ഉണ്ടായിരുന്നു. തിരുമേനി സാധാരണ കാർ മറ്റാരെ ഏൽപ്പിക്കത്തില്ല തിരുമേനി ഉള്ളപ്പോൾ. തിരുമേനി എന്നെ ഡ്രൈവ് ചെയ്യാറ് പതിവേ ഉള്ളൂ. പക്ഷെ എന്നിൽ എന്തോ തിരുമേനിക്ക് എന്നെ ഡ്രൈവിങ്ങിൽ തിരുമേനിക്ക് വലിയ ഫെയ്ത്ത് ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും ലോങ് ട്രിപ്പ് എടുത്തത് ഡൽഹിയിൽ നിന്ന് ഷിംലയ്ക്ക് പോയി. തിരുമേനി ഡ്രൈവ് ചെയ്തുകൊണ്ട് പോയി. രാവിലെ ഞങ്ങൾ ഇവിടുന്ന് ഒരു 9 മണിയായപ്പോൾ ഇറങ്ങി ഡൽഹിയിൽ, രാത്രി 10 മണിയായപ്പോഴാണ് ഷിംലയിൽ എത്തുന്നത്. അതിന് പോകാനുള്ള കാരണം തിരുമേനിക്ക്, ഞാൻ പിന്നീടാണ് തിരുമേനിയോട് പറഞ്ഞില്ല, ഞാനങ്ങനെ ചോദിക്കാറുമില്ല. തിരുമേനിക്ക് ഒരു സ്കോളർഷിപ്പ് കിട്ടി സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഒരു ബുക്ക് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ തിരുമേനി ബുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഷിംല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയതാണ്. ആ സമയത്ത് തിരുമേനിയുടെ ബുക്സും കമ്പ്യൂട്ടറും എല്ലാം ചെറിയ ഫിയറ്റ് കാർ, അതിൻ്റെ അകത്ത് എല്ലാം എടുത്ത്, ബുക്സ് എല്ലാം എടുത്തു വെച്ച്, തിരുമേനി ഡ്രസ്സെല്ലാം എടുത്തു വെച്ച് തിരുമേനി ഡ്രൈവ് ചെയ്ത് ഞാൻ ഓർക്കുന്നു, ഫ്രം ഡൽഹി ടു ഷിംല. അന്ന് ഇതുപോലെ GPS ഒന്നുമില്ല. എനിക്ക് ഇപ്പോഴും ചിന്തിക്കാൻ ഓർക്കുന്നില്ല ഞാൻ എങ്ങനെ തിരുമേനിയെ ഷിംല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ട് എത്തിച്ചു എന്ന് എനിക്ക് ഓർത്തിട്ട് പിടി കിട്ടുന്നില്ല. ഹൗ ഡിഡ് ഐ ഫൈൻഡ് ദി റൂട്ട് ടു ഗെറ്റ് ടു ഷിംല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി? എനിക്ക് പിടി കിട്ടുന്നില്ല. എങ്കിലും അവസാനം അവിടെ എത്തി. രാത്രി 10 മണിയായി. അവിടെ തിരുമേനിയുടെ മുറിക്കകത്ത് കുറച്ച് 2 ചപ്പാത്തിയും കുറച്ച് ചോറും ഉണ്ടായിരുന്നു, ഒരു കടലക്കറിയും ഉണ്ടായിരുന്നു. തിരുമേനി പകുതി കഴിച്ചു, ഞാനും പകുതി കഴിച്ചു. എന്നിട്ട് എന്നോട് ഉടനെ പറഞ്ഞു, യു ക്യാൻ ഗോ ബാക്ക് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ തിരുമേനി എനിക്ക് റെസ്റ്റ് എടുക്കണ്ടേന്ന് ചോദിച്ചില്ല. ഞാൻ ഉടനെ തിരുമേനി പറഞ്ഞതെന്ന് കേട്ടു. പോകാൻ നേരം തിരുമേനിയോട് പറഞ്ഞു, അച്ഛാ, യു പ്ലാൻ മൈ നെക്സ്റ്റ് ട്രിപ്പ്. തിരുമേനി പാസ്പോർട്ടും തന്നു, കുറച്ച് ലെറ്റേഴ്സ് എഴുതി തന്നു എൻ്റെ കയ്യിൽ. So I took the passport and the letters and I walked down to the bus station. ഈ ഷിംല ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു മലയുടെ മുകളിലാണ്. ആ മലയുടെ മേളിൽ നടന്ന്, റോഡ് നന്നായിട്ടുണ്ടായിരുന്നില്ല ആ കാലത്ത്. ഒരു വിധത്തിൽ ഞാൻ ബസ് സ്റ്റാൻഡിലെത്തി, ബസ്സിൽ കയറി. രാത്രി 10-11 മണിയായപ്പോൾ ബസ്സിൽ കയറി. പിറ്റേ ദിവസം രാവിലെ 10-11 മണി ഞാൻ ഡൽഹി അരമനയിൽ എത്തിയപ്പോൾ. ഈ യാത്ര ചെയ്യുന്ന സമയത്താണ് തിരുമേനി വളരെ സിമ്പിളാണ് ആൻഡ് ഹമ്പിളാണ്. ഞാൻ ഓർക്കുന്നു, ഉച്ചയ്ക്ക് ഒരു സ്ഥലത്ത് ലഞ്ച് കഴിക്കാൻ കയറി. തിരുമേനിയോട് പറഞ്ഞു, അച്ഛാ, ഡോണ്ട് വറി, യു ഓർഡർ എനിത്തിങ് യു വാണ്ടഡ്, ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ ചിക്കൻ കറി ഓർഡർ ചെയ്തു. തിരുമേനി വെജിറ്റേറിയൻ തന്നെ കഴിച്ചത്. ആ സമയത്തെല്ലാം തിരുമേനി ഒരു മകനെ പോലെ കാണുകയും എൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതിനകത്ത് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല. തിരുമേനി എന്നോട് അച്ഛൻ ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്ത് കഴിച്ചോ എന്ന് പറയുന്ന ആ ഒരു മനസ്ഥിതി, സിംപ്ലിസിറ്റി തിരുമേനിയിൽ കണ്ടത് ഞാൻ ഈ യാത്ര സമയത്തൊക്കെയാണ്. എന്തെങ്കിലും സ്പിരിച്വൽ പ്ലേസസിൽ അച്ഛൻ തിരുമേനിയോടൊപ്പം യാത്ര ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ അച്ഛൻ? തിരുമേനിയുടെ വർഷിപ്പ് ടൈമില് തിരുമേനി കുർബാന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരുമേനി ഡിസ്റ്റർബ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല. ആ സമയത്ത് നമ്മൾ ഓൾട്ടറിന്റെ സൈഡിൽ കൂടി നടക്കുകയോ മെഴുതിരി ഫിക്സ് ചെയ്യാൻ പോവുകയോ ഒന്നും ചെയ്യോ. തിരുമേനി 100% കോൺസെൻട്രേറ്റഡ് ആണ് കുർബാന ആരാധനയിൽ. ആ സമയത്ത് തിരുമേനി ഡിസ്റ്റർബ് ചെയ്യുന്നത് തിരുമേനിക്ക് ദേഷ്യമാണ്. തിരുമേനി നമ്മൾ വഴക്ക് പറയും. അതിന് മാത്രം മനസ്സും ശരീരവും ഒത്തിരി ഇൻവോൾവ് ആണ് തിരുമേനി ആരാധനയ്ക്ക് വരുമ്പോൾ എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തിരുമേനി did not want to be disturbed at all while he was in the church for worship or evening prayer or morning prayer. തിരുമേനി ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആണ് ആരാധനയിൽ. അച്ഛന്റെ ഡൽഹി ഓർത്തഡോക്സ് സെന്ററിലുള്ള തിരുമേനിയുമായിട്ടുള്ള ഇനീഷ്യൽ സമയത്തുള്ള ആ റെസിഡൻസ്, ആ സ്റ്റേ, അതിനെപ്പറ്റി സമയം അച്ഛൻ ചെലവാക്കിയ തിരുമേനിയോടൊപ്പം അതിനെപ്പറ്റി ഒന്ന് ഷെയർ ചെയ്യാമോ എക്സ്പീരിയൻസ്? ഡൽഹി അരമനയിൽ ഞാൻ പറഞ്ഞല്ലോ, ഡൽഹി ഓർത്തഡോക്സ് സെന്റർ ഇനീഷ്യൽ സ്റ്റേജിലായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ. അപ്പോൾ അവിടുത്തെ അക്കൗണ്ടിങ് മുഴുവൻ ഞാൻ നടത്തിക്കൊണ്ടിരുന്നത്. ഭദ്രാസന സെക്രട്ടറിമാരായിരുന്ന സാം ഗബ്രിയേൽ അച്ഛനും സെക്രട്ടറി പനക്കാമറ്റ അച്ഛനും ഒക്കെ സെക്രട്ടറി ആയിരുന്നു, ഭദ്രാസന സെക്രട്ടറിമാരായിരുന്നു. പക്ഷെ അക്കൗണ്ടിങ് എല്ലാം ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്.
അക്കൗണ്ടിങ് നടത്തണമായിരുന്നു. തിരുമേനിയുടെ ലെറ്റർ പല പ്രാവശ്യം ടൈപ്പ് ചെയ്യണമായിരുന്നു. അവിടെ ടൈപ്പിസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നീട് തിരുമേനി ഒരു ടൈപ്പിസ്റ്റിനെ അവിടെ കൊണ്ടുവരുന്നു. ഒരു മത്തായി എന്ന് പറയുന്ന ഒരു ടൈപ്പിസ്റ്റ് അവിടെ വരികയും ടൈപ്പിംഗ് ജോലി ഏറ്റെടുക്കുകയും ചെയ്തു. ടൈപ്പിംഗ് ചെയ്യണമായിരുന്നു. പിന്നെ തിരുമേനിയുടെ പേഴ്സണൽ കാര്യങ്ങൾ, തിരുമേനിയുടെ വസ്ത്രം അലക്കണമായിരുന്നു. തിരുമേനി യാത്ര ചെയ്യുമ്പോൾ ഞാൻ തിരുമേനിയുടെ മുറിയിലേക്ക് കയറിയിട്ട് അതെല്ലാം ക്ലീൻ ആക്കും. തിരുമേനിയുടെ മുറിയും ബെഡ്റൂമും തിരുമേനിയുടെ ഓഫീസ് റൂമും എല്ലാം ക്ലീൻ ആക്കി റെഡിയാക്കി വെക്കും. തിരുമേനിക്ക് വേണ്ടി പല പ്രാവശ്യവും ഞാൻ ഫുഡ് കുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തിരുമേനി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഇത് ആരാ കുക്ക് ചെയ്തതെന്ന്. ഉപ്പുമാവും മുട്ടക്കറി ഉണ്ടാക്കാൻ ഞാൻ എക്സ്പെർട്ട് ആയിരുന്നു. അത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തിരുമേനി വളരെ എൻജോയ് ചെയ്തിട്ടുണ്ട് ആ ഫുഡ്. അന്ന് റെസ്റ്റോറൻ്റ് ഒന്നുമില്ല. ഫുഡ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ വേണ്ടിയുള്ള റെസ്റ്റോറൻ്റ് ഒന്നും അവിടെ അടുത്തൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് വി ഹാഡ് ടു കുക്ക് ഇൻസൈഡ് ദി ഓർത്തഡോക്സ് സെന്റർ. ഈ കുക്ക് വന്നാലും അവർക്ക് വേണ്ടി നാട്ടിൽ പോകും. അന്നേരവും നമ്മൾ പിന്നീടും ഫുഡില്ലാതെ കുക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ തിരുമേനിയുടെ എല്ലാ കാര്യങ്ങളിലും A to Z കാര്യങ്ങൾ, കമ്പ്യൂട്ടർ അഴുക്കായാലും അത് ഫിക്സ് ചെയ്യണമായിരുന്നു. ചിലപ്പോൾ ചില ഔട്ട്ലെറ്റ്സ് എല്ലാം ബേണായി പോവും, അതെല്ലാം മാറ്റി വെക്കണമായിരുന്നു. എനിക്ക് പറയാനുള്ള തിരുമേനിയുടെ A to Z, തിരുമേനിയുടെ അക്കൗണ്ടിങ്, പേഴ്സണൽ അക്കൗണ്ടിങ്. പലരും തിരുമേനി വിമർശിച്ചിട്ടുണ്ട്. തിരുമേനിയുടെ കയ്യിൽ ഒത്തിരി പൈസ ഉണ്ടായിരുന്നു ബാങ്കിൽ. തിരുമേനിയുടെ ചെക്ക് ബുക്സ്, പാസ്ബുക്ക് എൻ്റെ കയ്യിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ നോക്കുമ്പോഴെല്ലാം ഒരു 50,000 റുപ്പീസിൽ കൂടുതൽ ഒരിക്കലും ഞാൻ ആ അക്കൗണ്ടിൽ ഒരിക്കലും കണ്ടിട്ടില്ല. തിരുമേനി അങ്ങനെ പോയിച്ച് വരുമ്പോഴൊന്നും ചെക്കൊന്നും കൊണ്ടുവരാറുമില്ല, ഞാൻ കണ്ടിട്ടില്ല. ചെക്കൊന്നും എൻ്റെ തന്നിട്ടുമില്ല, ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുമില്ല. തിരുമേനി അക്കൗണ്ടിൽ അതിന് മാത്രം പൈസയൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം പൈസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് തിരുമേനിയുടെ ട്രാവലിംഗ് പ്ലാൻ, അത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു. തിരുമേനി സാധാരണ ഒരു പ്രാവശ്യം യാത്ര തിരിച്ചാൽ തിരുമേനി ഒരു 3-4 രാജ്യത്ത് യാത്ര ചെയ്യും. ആ 3-4 രാജ്യങ്ങളിലും കോൺഫറൻസ് കാണും. ആ 3-4 രാജ്യങ്ങളിൽ കോൺഫറൻസ് കഴിഞ്ഞിട്ട് തിരിച്ചു വരത്തുള്ളൂ. അപ്പൊ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ തിരുമേനി മിക്കവാറും ഒരു 3 ആഴ്ച 1 മാസത്തേക്ക് ആ ട്രിപ്പായിരിക്കും. അപ്പൊ അതിനുവേണ്ടി എല്ലാ എംബസിയിലും പോകണം, പാസ്പോർട്ട് കൊണ്ട് പോകണം. അത് തിരുമേനി ഒരു ലെറ്റർ തരുന്നതേ ഉള്ളൂ. ഐ വാസ് സർപ്രൈസ്, തിരുമേനി ഡിഡ് നോട്ട് ഹാവ് ടു ഗോ ഫോർ ആൻ ഇന്റർവ്യൂ. തിരുമേനി ഒരു ലെറ്റർ തരും. ഞാൻ ആ ലെറ്ററും പാസ്പോർട്ടും കൊണ്ടുവന്ന് എംബസിയുടെ റിസപ്ഷനിൽ കൊണ്ട് ഏൽപ്പിക്കും. അത് നോക്കിയിട്ട് അവർ എന്നോട് പറയും, ഓക്കെ കം ഇൻ ദി ആഫ്റ്റർനൂൺ ഓർ ടുമോറോ ആൻഡ് പിക്ക് ഇറ്റ് അപ്പ് എന്ന് പറയും. അപ്പൊ തിരുമേനിക്ക് അതിന് മാത്രം ഇൻഫ്ലുവൻസ് ഓരോ രാജ്യത്തിലെയും എംബസിയിൽ ഉണ്ടായിരുന്നു. പിന്നീട് പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ, വിസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയുള്ള തിരുമേനിയുടെ ട്രാവലിംഗ് പ്ലാൻ, തോമസ് കുക്ക് എന്ന് പറയുന്ന ഒരു ട്രാവൽ ഏജൻസി ഡൽഹി കൊണോട്ട് പ്ലേസിൽ ഉണ്ടായിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. അവിടെ ഒരു സണ്ണി ഉണ്ടായിരുന്നു. സണ്ണി അവിടുത്തെ മലയാളി, നമ്മുടെ മെമ്പറായിരുന്നു. പുള്ളിയായിരുന്നു അവിടുത്തെ എൻ്റെ കോൺടാക്ട് പേഴ്സൺ. അപ്പൊ പുള്ളിയുടെ കയ്യിൽ തിരുമേനിയുടെ ട്രാവലിംഗ് പ്ലാൻസ് കൊടുക്കും, ഡേറ്റ്സ് എല്ലാം കൊടുക്കും. തിരുമേനിയുടെ ഫേവറേറ്റ് എയർലൈൻസ് KLM ആയിരുന്നു. ഡച്ച് എയർലൈൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. KLM ഈസ് എ ഡച്ച് എയർലൈൻ. ഓക്കെ, KLMൽ തിരുമേനി എപ്പോഴും ഡൽഹിയിൽ നിന്ന് പോകത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വേറെ മറ്റ് പാർട്ണറിങ് എയർലൈൻസ് കാണുമായിരിക്കാം. എന്നാലും ഈ തോമസ് കുക്ക് എന്ന് പറയുന്ന ഏജൻസിയായിരുന്നു തിരുമേനിയുടെ ടിക്കറ്റും എല്ലാം ബുക്കിംഗ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാം കഴിഞ്ഞു, അത് വാങ്ങിച്ച് തിരുമേനിയുടെ കൈ കൊണ്ട് കൊടുക്കുമ്പോൾ സമയമാകുമ്പോൾ പിന്നെ തിരുമേനി എയർപോർട്ടിൽ കൊണ്ടുപോകണം. മിക്കവാറും ഫ്ലൈറ്റ് ഡൽഹിയിൽ നിന്ന് പോകുന്നത് രാവിലെ 2 മണിക്ക് 3 മണിക്ക് 4 മണിക്ക്. അപ്പൊ ഞാൻ രാത്രി തന്നെ തിരുമേനിയെ കൊണ്ടുവരണം. തിരുമേനി വരുന്നതും ഈ സമയത്താണ്, വെളുപ്പിന 2 മണിക്ക് 3 മണിക്ക്. അപ്പൊ ഞാനിങ്ങനെ തിരുമേനിയുടെ കാറ് പാർക്ക് ചെയ്തിട്ട്, ഡൽഹി എയർപോർട്ടൊന്നും ഇന്നത്തെ പോലെ ഒന്നും സൗകര്യങ്ങളൊന്നുമില്ല, പാർക്ക് ചെയ്തിട്ട് നടന്നു വേണം ഈ ടെർമിനലിലേക്ക് വരാനായിട്ട്. ഈ തണുപ്പത്ത് അകത്ത് കയറ്റത്തില്ല, സെക്യൂരിറ്റി കാര്യങ്ങളാണ്, പുറത്ത് നിൽക്കണമായിരുന്നു. ഈ തണുപ്പത്ത് പുറത്ത് നിൽക്കുന്നുണ്ട്. തിരുമേനി ബാഗ് കൊണ്ട് പുറത്ത് വരുമ്പോഴേ ഞാൻ അവിടെ കണ്ടിരിക്കണം. ഇല്ലെങ്കിൽ തിരുമേനി ഉടനെ ടാക്സി വിളിച്ച് തിരുമേനി അരമനയ്ക്ക് പോകും. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ പുറത്തിങ്ങനെ നോക്കിയിരിക്കും, തിരുമേനി വരുന്നത് നോക്കി എഴുതിയതിനു ശേഷം തിരുമേനി പറയും ഞാൻ കാർ എടുത്തോണ്ട് വരട്ടെ എന്ന് പറയും. അങ്ങനെ പോയി കാർ എടുത്തോണ്ട് വന്നിട്ട് തിരുമേനിയും കൊണ്ട് പിന്നെ പല പ്രാവശ്യവും വെളുപ്പിന് അങ്ങനെ പിക്കപ്പ് ചെയ്തുകൊണ്ട് ഡൽഹി അരമനയിൽ വരുമായിരുന്നു. ഇതായിരുന്നു തിരുമേനിയുടെ യാത്രയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, തിരുമേനിയുടെ അരമനയിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. തിരുമേനിയുടെ സോഷ്യൽ ആക്ടിവിറ്റീസ് ഡൽഹി ബേസ് ചെയ്ത് അച്ഛന്റെ സമയത്ത് എന്തൊക്കെയായിരുന്നു? തിരുമേനി സാധാരണ അവിടുത്തെ ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു കൽക്കാജിയിൽ. തിരുമേനി അവിടെ മിക്കവാറും പോയി അവരുമായിട്ട് സംവദിക്കുമായിരുന്നു. 1-2 സമയത്ത് ഞാനും കൂടെ പോയി, എന്നെ വിളിച്ചുകൊണ്ട് പോയി.
ആ സമയത്ത് ഞാൻ ഇപ്പോൾ ഓർക്കുന്ന ഒരു കാര്യം, തിരുമേനി talk to them about the comparisons between Islam and Christianity, especially Orthodox clergy. നമ്മുടെ വേഷവിധാനവും നമ്മുടെ തൊപ്പിയും നമ്മുടെ കർത്തൂപ്പായവും എല്ലാം ഇസ്ലാമിക് ക്ലർജിയുടെ വസ്ത്രവുമായിട്ട് സാമ്യമുണ്ടെന്ന് തിരുമേനിയോട് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അപ്പോൾ തിരുമേനിയുടെ വലിയൊരു ഇൻട്രസ്റ്റിംഗ് പ്ലേസ് ആയിരുന്നു ടു ഗോ ടു ദി ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ടു ഹാവ് സം കോൺവെർസേഷൻ ഓവർ ദെയർ. തിരുമേനി ഡൽഹിയിൽ മെയിനായിട്ട് അവിടുത്തെ ഒരു സെന്റർ ഉണ്ടായി, ഞാൻ ഓർക്കുന്നില്ല, സെന്ററിന്റെ പേര് ഓർക്കുന്നില്ല. പിന്നെ അവിടെ മിക്കപ്പോഴും അവിടെയും പോയി തിരുമേനി സംസാരിക്കുമായിരുന്നു. അവിടെ തിരുമേനിക്ക് നല്ലൊരു ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു വിത്ത് പൊളിറ്റീഷ്യൻസ് ആൻഡ് ഫിലോസഫേഴ്സ്. വലിയ വലിയ ആൾക്കാരുമായിട്ട് തിരുമേനി അവിടെ പോവുകയും മീറ്റിംഗിൽ പോവുകയും സംബന്ധിക്കുകയും, ആ തിരുമേനി തന്നെ ഡ്രൈവ് ചെയ്താൽ പോകാറുള്ളൂ, ഞാൻ കൊണ്ടുവിടാറില്ല. അതുകൊണ്ട് എക്സാക്ട്ലി തിരുമേനി എവിടെയാണ് പോയിക്കൊണ്ടിരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഡൽഹിയിലെ ടൗൺഷിപ്പിൽ തിരുമേനി തന്നെ ഡ്രൈവ് ചെയ്യും, മറ്റാവശ്യമൊന്നുമില്ല, തിരുമേനി തന്നെ പോകും. പലപ്പോഴും കാർ തിരിച്ചുകൊണ്ട് വരുമ്പോൾ എവിടെയെങ്കിലും ഡെന്റ് കാണുമായിരിക്കും, എവിടെയെങ്കിലുമൊക്കെ മുട്ടിത്തട്ടൊക്കെ ആയിരിക്കും ഓടിക്കുന്നത്, എന്നാലും തിരുമേനി തന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകും. തിരുമേനി തന്നെ തിരിച്ചു വരികയും ചെയ്യും. അത് പോകുന്ന സമയം അറിയത്തില്ല, തിരിച്ചു വരുന്നതും അറിയത്തില്ല, തിരുമേനി തന്നെ അതെല്ലാം മാനേജ് ചെയ്യും. അങ്ങനെയായിരുന്നു തിരുമേനിയുടെ രീതി. പക്ഷേ തിരുമേനി വാസ് വെരി ആക്റ്റീവ് വിത്ത് ദി പൊളിറ്റീഷ്യൻസ്, ദി ഫിലോസഫേഴ്സ് ആൻഡ് ദി ഗ്രേറ്റ് പീപ്പിൾ ഇൻ ദി ഡൽഹി ഏരിയ. ദാറ്റ് വാസ് ഫോർ ഷുവർ. അച്ഛൻ തിരുമേനിയും ആയിട്ട് എത്ര വർഷം ഡൽഹിയിൽ സേവനം അനുഷ്ഠിച്ചിരുന്നത്? അതിന് തിരുമേനി കാലം ചെയ്ത ശേഷം ആണോ അച്ഛൻ പോയത്, അതോ എത്ര നാൾ അച്ഛൻ ഉണ്ടായിരുന്നു ഡൽഹി? ഞാൻ 1985 to 1990 വരെ അവിടെ ഉണ്ടായിരുന്നത് തിരുമേനിയുടെ കൂടെ. ഓക്കെ, പിന്നീട് എന്നെ വിവാഹം ചെയ്ത് പിന്നീട് തിരുമേനി എന്നെ ഫരീദാബാദിലേക്ക് അപ്പോയിന്റ് ചെയ്തു, ഫരീദാബാദ് പള്ളിയിലെ വികാരിയായിട്ട്. ഞാൻ പിന്നെ ഫരീദാബാദിലേക്ക് പോയി, അങ്ങോട്ട് താമസവും മാറ്റി. പിന്നെ വല്ലപ്പോഴും അരമനെ വരാറേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തിരുമേനി പിന്നെ അവസാനമായിട്ട് കണ്ടത്, തിരുമേനിക്ക് സ്ട്രോക്ക് വന്നതിന് ശേഷം തിരുമേനി ട്രീറ്റ് ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട ജോയ് പൈങ്ങോളിൽ അച്ഛൻ, ഇവിടെ മയാമിയിലുള്ള ജോയ് പൈങ്ങോളിൽ അച്ഛൻ, ഫ്ലോറിഡയിലുള്ള ജോയ് പൈങ്ങോളിൽ അച്ഛൻ തിരുമേനിയെ ഇവിടുത്തെ ഒരു റീഹാബ് സെന്ററിൽ കൊണ്ടുവന്നു. അപ്പൊ അന്നേരം തിരുമേനി വന്നു എന്ന് അറിയും. തിരുമേനി ഞാൻ അവിടെ റീഹാബ് സെന്ററിൽ പോയി കണ്ടു. തിരുമേനി ചോദിച്ചു, അമേരിക്കയിൽ എങ്ങനെ എത്തിയെന്ന് എന്നോട് ചോദിച്ചു. ആ ചോദ്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അപ്പൊ അവിടെ വെച്ച് സംസാരിച്ചതാണ് തിരുമേനിയുമായിട്ടുള്ള ലാസ്റ്റ് കോണ്ടാക്ട്. പിന്നീട് അതിനുശേഷം തിരുമേനിയെ കണ്ടുമുട്ടാനായിട്ട് സാധിച്ചിട്ടില്ല. തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന് അച്ഛൻ അനേക ലെസൺസ് അച്ഛന് ലഭിച്ചിട്ടുണ്ട്, പാഠങ്ങൾ, ടു ഹാവ് എ ബെറ്റർ പെർസ്പെക്റ്റീവ് ഓഫ് ലൈഫ്. ഈ ഒരു തലമുറയ്ക്ക്, ഇനി വരാനുള്ള തലമുറകൾക്കും അച്ഛന്റെ ഭാഗത്തു നിന്ന് ക്യാൻ യു ഷെയർ ഫ്യൂ ലെസൺസ് സോ ദാറ്റ് ക്യാൻ ബി വെരി മച്ച് ഇൻസ്പയറിംഗ് ടു ദി കമ്മിങ് ജനറേഷൻ? Yeah, I have something to share this for the clergy of our church. തിരുമേനിയുടെ പ്രസംഗം എപ്പോഴും ഷോർട്ട് ആയിരുന്നു. Sermons were very short. And also തിരുമേനി always has 3 points. 1, 2, 3. ഈ പോയിന്റ്സ് സ്പെസിഫൈ ചെയ്ത് തിരുമേനി എപ്പോഴും പ്രസംഗിക്കത്തുള്ളൂ. അല്ലാതെ വെറുതെ കാട് കയറി പോകുന്ന ഒരു സ്വഭാവമില്ലായിരുന്നു. ഞാൻ എൻ്റെ മിനിസ്ട്രിയിൽ ഞാൻ ഇത് പ്രാക്ടീസ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴും എനിക്ക് 3 പോയിന്റ്സ് കാണും, ഒരു ഇൻട്രൊഡക്ഷൻ കാണും, പിന്നെ 3 പോയിന്റ്സ് ദെൻ കൺക്ലൂഷൻ. അതായത് തിരുമേനിയുടെ സ്റ്റൈല്. 2, തിരുമേനി എപ്പോഴും ഈ ഓറിയന്റൽ കൾച്ചറിനെ കുറിച്ച് പ്രേസ് ചെയ്യുമായിരുന്നു. ഓറിയന്റൽ കൾച്ചർ തിരുമേനി എപ്പോഴും പറയും, നമ്മുടെ ഏഷ്യൻ കൾച്ചർ ആണ് ഏറ്റവും വാല്യുബിൾ കൾച്ചർ. നമ്മൾ പക്ഷേ ഇപ്പോൾ ന്യൂ ടെൻഡൻസി എന്ന് പറയുന്നത് നമ്മൾ വെസ്റ്റേണൈസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ വീടുകളിലും ഇടവകളിലും സമൂഹത്തിലൊക്കെ കാണുന്നുണ്ട്. തിരുമേനി പറയുന്നത് ഡേഞ്ചർ ഇൻ വെസ്റ്റേണൈസിങ് അവർ ഏഷ്യൻ കൾച്ചർ, ഇറ്റ് വോണ്ട് ലാസ്റ്റ് ലോങ് എന്നാണ് തിരുമേനി പറയുന്നത്. ഏഷ്യൻ കൾച്ചറിന്റെ യൂണിറ്റിയും അതിന്റെ മഹത്വവും അതിന്റെ ദീർഘവീക്ഷണവും വളരെ വളരെ മനോഹരമാണ്. അത് കളയരുതെന്ന് തിരുമേനി എപ്പോഴും പറയുമായിരുന്നു ഞങ്ങളോട്. ഞങ്ങൾക്ക് തിരുമേനി ദിവസവും രാവിലെ ബൈബിൾ സ്റ്റഡി നടത്തുമായിരുന്നു. ഞാനും മെൻഡർപിള്ളേച്ചനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെന്റ് പോളിന്റെ ഒരു എപ്പിസോഡ് എടുത്താണ് തിരുമേനി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. 1 മണിക്കൂറോളം ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു ദിവസവും രാവിലെ തിരുമേനി ഉള്ളപ്പോൾ. അപ്പൊ ഇത്ര തിരക്കിനിടയിലും ഞങ്ങൾക്ക് 2 പേർക്ക് വേണ്ടി മാത്രം തിരുമേനി ബൈബിൾ സ്റ്റഡി നടത്തുക എന്ന് പറയുന്നത് അത് വളരെ അമേസിംഗ് ആണ്. ആ സമയത്ത് തിരുമേനി പറഞ്ഞിട്ടുള്ള പോയിന്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഒന്ന്, ബയോളജിക്കൽ വാർഫെയറിനെ കുറിച്ച് തിരുമേനി പറഞ്ഞ ഞാൻ ഓർക്കുന്നു. ബയോളജിക്കൽ വാർഫെയർ തിരുമേനി പറഞ്ഞു, യു ക്യാൻ ഡെവലപ്പ് എ വൈറസ് ഇൻ എ ലാബ് ആൻഡ് യു ക്യാൻ റിലീസ് ഇറ്റ് ഇൻ എനി അതർ പ്ലേസ്. അത് ട്യൂബിനകത്ത് ഒരു കുപ്പിക്കകത്ത് കൊണ്ടുപോയി
വേറെ എവിടെയും റിലീസ് ചെയ്ത് അവരെ നശിപ്പിക്കാൻ പറ്റുമെന്ന് തിരുമേനി അന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അതുപോലെ ആറ്റമിക് വാർഫെയർ, ഇതിനെക്കുറിച്ചുള്ള തിരുമേനിക്ക് അന്നേ വിഷൻ ഉണ്ടായിരുന്നു, അന്നേ അറിയാമായിരുന്നു. ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ആൻഡ് ദിസ് ഇസ് വാട്ട് വി സീ നൗ. ഇപ്പൊ പുതിയ ജനറേഷന് തിരുമേനിയുടെ ഓറിയന്റൽ കൾച്ചറിനോടുള്ള തിരുമേനിയുടെ താല്പര്യം അത് കളയാതെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. രണ്ട്, തിരുമേനി എപ്പോഴും ഒരു ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ്. തിരുമേനി ലേസി ആയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ഹാർഡ് വർക്കാണ്. വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക. അതിനെക്കുറിച്ച് തിരുമേനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതെപ്പോഴും തിരുമേനി അങ്ങനെ തന്നെയായിരുന്നു. ഒരിക്കലും വെറുതെ റിലാക്സ് ചെയ്യുന്ന സ്വഭാവം ഒന്നുമില്ല. മൂന്നാമതായത് തിരുമേനിക്ക് പണത്തോട് ഒരു ആർത്തി ഒരിക്കലും ഉണ്ടായിരുന്നില്ല. തിരുമേനി അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്താൽ ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. തിരുമേനി ഹാസ് നെവർ ബീൻ ആഫ്റ്റർ മണി. പലയിടത്തും പ്രസംഗിക്കാൻ പോയാൽ പണം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കണ്ടിട്ടില്ല. പള്ളികളിൽ പോയാലും വളരെ റെയറായിട്ട് കൈമുത്ത് കൊടുത്താൽ വാങ്ങിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ പള്ളികളെ വളരുവാൻ വേണ്ടി ഡൽഹി ഡയോസിസിൽ തിരുമേനി ഒത്തിരി പൈസ നൽകി സംഭാവന കൊടുത്തിട്ടുണ്ട്. പല പള്ളികൾക്കും പണിയുവാനും ആ പള്ളികളെല്ലാം വളരുവാനും വേണ്ടി തിരുമേനി ഒത്തിരി സഹായദാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സഭയോടുള്ള തിരുമേനിയുടെ സ്നേഹം വളരെ വലിയേറിയതായിരുന്നു. സഭാ സ്നേഹം വളരെ വലിയേറിയതായിരുന്നു. മറ്റെല്ലാ സ്ഥാനത്തേക്കാളും തിരുമേനിക്ക് വേണമെങ്കിൽ വലിയ സ്ഥാനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് സഭയിൽ നിന്ന് മാറി നിന്ന് പ്രവർത്തിക്കാമായിരുന്നു. പക്ഷെ തിരുമേനി അതൊന്നും സ്വീകരിക്കാതെ സഭാ സ്നേഹത്തിൽ സഭയെ വളർത്തിക്കൊണ്ട് വരുവാൻ വേണ്ടി തിരുമേനി വളരെയധികം കഷ്ടപ്പാട് സഹിച്ചുവെന്നും അതനുസരിച്ച് പ്രവർത്തിച്ചുവെന്നും അതനുസരിച്ച് പ്രസംഗിച്ചുവെന്നും എനിക്ക് പറയുവാനുള്ള ധൈര്യമുണ്ട്. Thank you so much, Acha, for your valuable words. And definitely this will inspire the generation to come and also the present generation to have a better understanding of the legacy of Metropolitan Dr. Paulus Mar Gregorius. Thank you, Acha. Thank you, Shainachan, for your initiative in spreading the life of Mar Gregorius, Metropolitan of the Blessed Memory. I am truly blessed, honored, and humbled to share my thoughts. As I said, it was not philosophical, it was not theological. My life with Tirumeni was purely diachronical. ഒരു സമ്മാശനായിട്ട് ഒരു ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് മാത്രമേ തിരുമേനിയുമായിട്ട് ഇടപെട്ടിട്ടുള്ളൂ. തിരുമേനിയുടെ ബേസിക് കാര്യങ്ങൾ, തിരുമേനിയുടെ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തിരുമേനിക്ക് ഇഷ്ടമനുസരിച്ച് തിരുമേനി എന്നോട് ദേഷ്യപ്പെട്ട് സാധാരണ തിരുമേനിയെ കുറിച്ച് പറയുന്നത് തിരുമേനി വലിയ ദേഷ്യമുള്ള ആളാണെന്നാണ് പറയാറ് പതിവ്. പക്ഷേ എന്നോട് വളരെ കുറച്ച് മാത്രമേ ദേഷ്യപ്പെട്ടിട്ടുള്ളൂ. കാരണം തിരുമേനി മനസ്സ് ചിന്തിക്കുമ്പോൾ ഞാൻ അത് ചെയ്തു കഴിഞ്ഞിരിക്കും. എനിക്ക് അങ്ങനെ ഒരു കഴിവ് എന്തോ കിട്ടി. തിരുമേനി എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വാട്ട് എവർ ഹി വാണ്ടഡ് ഐ ഹാഡ് റെഡി ഫോർ ഹിം ബിഫോർ ഹി ആസ്ക് മീ ഫോർ ദാറ്റ്. അപ്പൊ ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ട് തിരുമേനിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും തിരുമേനിയുടെ മനസ്സെന്നാണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്തതിൽ എനിക്ക് ദൈവത്തിന് സന്തോഷമുണ്ട്. തിരുമേനിയുടെ കൂടെയുള്ള ആ ജീവിതം എൻ്റെ പേഴ്സണൽ മിനിസ്ട്രിയിലും ഒത്തിരി എനിക്ക് സഹായിച്ചു. തിരുമേനിയുടെ ആത്മാ നിത്യശാന്തി നേടുകയും ചെയ്യുന്നു. താങ്ക് യു, അച്ഛൻ. Thank you.